വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ട്രസ്റ്റിന്റെ അസസ്മെന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിന്റെ ഒരു തേർഡ് പാർട്ട് എന്നുള്ള രീതിയിൽ നോക്കി ദ ടാക്സ് ട്രീറ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. അതായത് ട്രസ്റ്റിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാപിറ്റൽ അസറ്റ്, ട്രസ്റ്റിന് വേണ്ടി മാത്രം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാപിറ്റൽ അസറ്റ്, അത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും അല്ലെ. സോ അങ്ങനെ ഉണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആണോ എന്നാണ് നമ്മൾ നോക്കണേ. അങ്ങനെ ഉണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആണോ? ഓക്കെ, that means okay, the capital gain arises on the transfer of property held under the trust for charitable purposes. Important ആണ്, for charitable purposes, അതായത് charitable purposesന് വേണ്ടിയിട്ടായിരുന്നു. Shall be eligible for exemption if the consideration or part thereof is applied in acquisition of a new property. That means charitable purpose ന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി നമുക്ക് സെയിൽ ചെയ്തപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി. പക്ഷേ ആ എമൗണ്ട് വെച്ചിട്ട് നമ്മൾ വീണ്ടും ആ ട്രസ്റ്റിന്റെ പുതിയൊരു പ്രോപ്പർട്ടിയാണ് വാങ്ങിക്കണേ എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഓക്കെ, such amount applied in acquiring the new capital asset shall be held as part of the corpus of the trust. ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോർപ്പസ് ഓഫ് ദ ട്രസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്താണ് ആ എക്സംഷൻ ആണ്. ഓക്കെ, ഇനി എക്സംഷൻ ഷാൾ ബി ആസ് പെർ ദ ഫോളോയിങ് ടേബിൾ. അതായത് രണ്ട് കാറ്റഗറിയാണ് അവിടെ നമ്മളോട് പറയണേ. ഒന്ന്, ഈ പറയുന്ന കിട്ടുന്ന ഫുൾ എമൗണ്ടും നമ്മൾ ഏതിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഈ പറയുന്ന പുതിയ ക്യാപിറ്റൽ അസറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നു. നോക്കാം. ഫസ്റ്റ് വേ, capital asset being the property held under the trust for a charitable purpose. Okay, that means being the property held under the trust for a charitable purpose, the net sale consideration, entire capital gain exemption ആണ്. അതായത് പുതിയ അല്ലെങ്കിൽ ഈ പഴയ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ഫുൾ എമൗണ്ട് ഏതിനു വേണ്ടിയിട്ട്? പുതിയ അസറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഫുൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിനും എക്സെപ്റ്റഡ് ആണ്. And the second one, only the part of the net sale consideration. അതായത് എത്രയാണോ നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടുന്നത് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഏതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? പുതിയ അസറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നോക്കി, എമൗണ്ട്സ് ഓർ യൂട്ടിലൈസ്ഡ്, എത്രയാണോ നമ്മൾ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന എമൗണ്ട് മൈനസ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ട്രാൻസ്പോർട്ട് പ്രോപ്പർട്ടി. എത്രയാണോ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്, അതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യാം? ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ട്രാൻസ്പോർട്ട് പ്രോപ്പർട്ടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ്റെ എക്സംഷൻ എത്രയാണെന്ന് വെച്ചാൽ കിട്ടും. മനസ്സിലായി? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ, ഫുൾ എമൗണ്ടും അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ബീയിങ് ദ പ്രോപ്പർട്ടി അണ്ടർ ദ ട്രസ്റ്റ് ഫോർ എ ചാരിറ്റബിൾ പർപ്പസ്. മനസ്സിലായി? ഇനി സെക്കൻഡ് വൺ നോക്കിയേ, ക്യാപിറ്റൽ അസറ്റ് ബീയിങ് ദ പ്രോപ്പർട്ടി ഹെൽഡ് അണ്ടർ ദ ട്രസ്റ്റ് ഇൻ പാർട്ട് ഓൺലി ഫോർ സച്ച് പർപ്പസസ്. ഓക്കെ, അതായത് ഇവിടെ ഫുള്ളായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആ ക്യാപിറ്റൽ അസറ്റിന്റെ ഇപ്പൊ നിലവിലുള്ള ക്യാപിറ്റൽ അസറ്റിന്റെ ഒരു പാർട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ദ നെറ്റ് സെയിൽ കൺസിഡറേഷൻ, ദ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് ദ ക്യാപിറ്റൽ ഗെയിൻ. അതായത് ഇപ്പൊ ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്നത് ഫുള്ളായിട്ടും ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യത്തെ കേസിനകത്ത് പറഞ്ഞത്. ദ സെക്കൻഡ് വൺ, അവിടെ ഒരു പാർട്ട് മാത്രമാണ്. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ പോലും ആ അസറ്റ് നമ്മൾ സെയിൽ ചെയ്തു. ആ സെയിൽ ചെയ്തതിന്റെ ടോട്ടൽ നെറ്റ് സെയിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതിനു വേണ്ടി അപ്ലൈ ചെയ്തു? പുതിയ അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്തു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കണ്ടോ, ദ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് ദ ക്യാപിറ്റൽ ഗെയിൻ എക്സെപ്റ്റഡ് ആണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, ഓൺലി എ പാർട്ട് ഓഫ് ദ നെറ്റ് സെയിൽ കൺസിഡറേഷൻ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതായത് കിട്ടിയ നെറ്റ് സെയിൽ കൺസിഡറേഷൻ എത്രയാണോ അതിന്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ പുതിയതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കി, ദ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് എന്താ എമൗണ്ട്സ് സോ യൂട്ടിലൈസ്ഡ് മൈനസ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് അസറ്റ്. അതായത് ഇവിടെ പറഞ്ഞത് തന്നെയാണ്, പക്ഷെ അതിന്റെ ഒരു പ്രൊപ്പോർഷൻ മാത്രമേ ഉള്ളൂ. ഇനി ദ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഈസ് കാൽക്കുലേറ്റഡ് ഹാവിംഗ് റിഗാർഡിംഗ് ദ പ്രൊപ്പോർഷൻ which the amount of income applicable to the charitable purpose bears to the all of the income of such property. അതായത് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ടോട്ടൽ ഇൻകം എത്രയാണോ ആ ഇൻകത്തിന്റെ എത്ര പോർഷൻ ആണ് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഇവിടെ എന്തെന്ന് പറയണേ? പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് എന്ന് പറയണേ. മനസ്സിലായോ? എങ്ങനെയായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന ഹോൾ എമൗണ്ട് അല്ലെ? രണ്ട് സിറ്റുവേഷനാണ് പറഞ്ഞേ. ഇവിടെ 100% ആ ഇൻകം ഏതിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്നുണ്ടാവുന്ന 100% ഇൻകം ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കണ്ടോ, നെറ്റ് സെയിൽ കൺസിഡറേഷൻ ഫുൾ എൻറ്റയർ ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് എക്സെപ്റ്റഡ് ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, അതിനകത്തുള്ള ഒരു പാർട്ട് മാത്രമാണെങ്കിൽ പോലും നോക്കി, എമൗണ്ട്സ് ഓഫ് യൂട്ടിലൈസ്ഡ് മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് മൈനസ് ചെയ്യാം, ബാലൻസ് അത്ര എമൗണ്ട് നമുക്ക് എക്സെപ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായി? ഇനി രണ്ടാമത്തെ കേസ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ്. അതായത് ആ പ്രോപ്പർട്ടി ഏതിന് മാത്രമല്ല ചാരിറ്റബിൾ പർപ്പസിന് മാത്രമല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന പ്രൊപ്പോർഷൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന സാധനം കാൽക്കുലേറ്റ് ചെയ്യാൻ. മനസ്സിലായല്ലോ?
ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ ഗ്രൂപ്പിനകത്ത് ഇടാം, നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക, എളുപ്പമാണ്, അതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ട്രസ്റ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ പറയുന്ന ട്രസ്റ്റിൻ്റെ രജിസ്ട്രേഷനും അതുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന ക്യാൻസലേഷനും അങ്ങനെയുള്ള കാര്യങ്ങളോ. മനസ്സിലായി? സെക്ഷൻ 12 നമ്മൾ രജിസ്ട്രേഷനെ കുറിച്ച് പറയണേ. കൂടാതെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്കിത് ക്യാൻസൽ ചെയ്യണം, എപ്പോഴൊക്കെയാണ് ഇത് ക്യാൻസൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അത് എന്തൊക്കെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, a trust is required to apply for the registration in form 10A with the Commission of Income Tax. Form number ഓർത്തിരുന്നോട്ടെ, 10A. It is to be noted that the exemption will be available from the assessment year relevant to the financial year in which such application is made. അതായത് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന്റെ അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന എന്തിനാ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സംഷൻസ് എല്ലാം കിട്ടണമെങ്കിൽ നമ്മുടെ ട്രസ്റ്റ് തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം, അല്ലേ? സിറ്റുവേഷൻ മനസ്സിലായല്ലോ. നമ്മുടെ ട്രസ്റ്റ് സെക്ഷൻ 12 പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സംഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ. സോ അത് എപ്പോൾ തൊട്ടാണെന്ന് പറഞ്ഞത്, ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ദ എക്സംഷൻ വിൽ ബി അവൈലബിൾ ഫ്രം ദ അസസ്മെന്റ് ഇയർ റിലവന്റ് ടു ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് സച്ച് അപ്ലിക്കേഷൻ ഈസ് മെയ്ഡ്. മനസ്സിലായി? പക്ഷേ അതായത് എപ്പോഴാണോ നിങ്ങൾ ഈ പറയുന്ന അപ്ലിക്കേഷൻ കൊടുക്കുന്നത് അന്ന് തൊട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു അസസ്മെന്റ് ഇയർ തൊട്ടാണ് നമുക്ക് എന്ത് കിട്ടാൻ പോണേ, എക്സംഷൻ കിട്ടാൻ പോണേ എന്നാണ് പറയുന്നത്. പക്ഷെ അതല്ല നമുക്ക് പഠിക്കേണ്ടത്. നോക്കി, വിത്ത് എഫക്ട് ഫ്രം 1/10/2014 ഇൻ ഓർഡർ ടു റിമൂവ് ദ ഹാർഡ്ഷിപ്പ് ഇൻ ജെന്യൂൻ കേസസ് ദ ഫോളോയിങ് പ്രൊവിഷൻ ഹാസ് ബീൻ ഇൻസർട്ടഡ്. അതായത് സാധാരണ രീതിയിൽ നിങ്ങൾ എന്നാണോ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള അസസ്മെന്റ് ഇയർ തൊട്ടാണ് നമുക്ക് ഈ പറയുന്ന എക്സംഷൻസ് കിട്ടണേ. മനസ്സിലായി? രജിസ്റ്റർ ചെയ്യാതെ, രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻസ് കൊടുക്കാതെ നമുക്ക് എന്ത് കിട്ടില്ല, നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന എക്സംഷൻസും കാര്യങ്ങളൊന്നും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു പുതിയ സെക്ഷൻ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളോട് പറയാണ്, ഓക്കെ, where registration is granted to the trust or institution, then the provision of section 11 and 12 shall apply in respect of any income derived from the property held under the trust for any assessment year. Okay, ശ്രദ്ധിച്ചേ, that means ഈ എക്സംഷൻ എന്ന് പറയുന്ന സാധനം കിട്ടും എപ്പോ തൊട്ടാ, of any assessment year preceding the aforesaid assessment year. മനസ്സിലായി? For which the assessment proceedings are pending before the assessing officer as on the date of such registration, and the object and activities of such a trust or institution remain the same for such a preceding assessment year. അതായത് ഏത് അസസ്മെന്റ് ഇയറിലാണോ നമ്മുടെ രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള അസസ്മെന്റ് ഇയർ തൊട്ട് നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ട്രസ്റ്റിന്റെ ഒബ്ജക്റ്റീവോ കാര്യങ്ങളിലൊന്നും യാതൊരുവിധ മാറ്റവും വരുത്തരുത്. മനസ്സിലായല്ലോ? ഓക്കെ, അതായത് നോർമൽ നമ്മൾ GSTക്കകത്തൊക്കെ പറയുന്ന രജിസ്ട്രേഷൻ പ്രോസസ്സ് പോലെയല്ല. ഇവിടെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യണേ എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്കത് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ പറയുന്നത് ഇത്രേ ഉള്ളൂ, അങ്ങനെ പെൻഡിങ് ആയിട്ട് രജിസ്ട്രേഷൻ പെൻഡിങ് ഏത് അസസ്മെന്റ് ഇയറിലാണോ കയറി വരുന്നത് അതിന് തൊട്ട് മുമ്പുള്ള അസസ്മെന്റ് ഇയർ തൊട്ട് നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, no action under section 147 shall be taken by the assessing officer in case of such a trust or institution for the assessment year preceding the aforesaid assessment year, only for non-registration of such a trust or institution for the said assessment year. അതായത് സെക്ഷൻ 147 പ്രകാരം ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് അല്ലെ, അതായത് നമ്മൾ റിട്ടേണും കാര്യങ്ങളൊന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അസസിംഗ് ഓഫീസർക്ക് എന്ത് ചെയ്യാം, ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയറിലോട്ട് കിടക്കാം. സോ ഇവിടെ നമ്മൾ നോക്കി, ഈ വർഷമാണ് നമ്മൾ ഫയൽ ചെയ്തെങ്കിൽ പോലും, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഈ വർഷമാണ് ഫയൽ ചെയ്യെങ്കിൽ പോലും കഴിഞ്ഞ വർഷം തൊട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കണേ, ഈ പറയുന്നത് എനിക്ക് എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കണേ, അല്ലേ? സോ അവിടെ ഒരു പൊരുത്തക്കേട് ഫീൽ ചെയ്യില്ലേ? കാരണം എന്താ, കഴിഞ്ഞ വർഷം നമ്മൾ ചിലപ്പോൾ അസസ്മെന്റ് എന്ന് പറയുന്ന സാധനം ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെ? പക്ഷേ ഇവിടെ പറയുന്നത് ഇങ്ങനെ ഒരു നോൺ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ടേമിൽ നിങ്ങൾ ഈ പറയുന്ന അസസ്മെന്റ് പ്രൊസീജിയർ ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നോ ആക്ഷൻ അണ്ടർ സെക്ഷൻ 147. അസസിംഗ് ഓഫീസർ അണ്ടർ സെക്ഷൻ 147 പ്രകാരം പ്രത്യേകിച്ച് പുതിയതായിട്ടുള്ള ആക്ഷൻസും കാര്യങ്ങളൊന്നും ക്ലെയിം ചെയ്യില്ല. മനസ്സിലായി? ആൻഡ് however, the aforesaid benefit are not available in case of any trust or institution which was refused registration or the registration granted to it was cancelled at any time under section 12AA. അതായത് ആ അസസ്മെന്റ് ഇയറിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാതിരുന്നത് ഈ പറയുന്ന ട്രസ്റ്റ് രജിസ്ട്രേഷൻ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന 12AA പ്രകാരം ഏതെങ്കിലും റീസൺ കാരണം ക്യാൻസൽ ആയതുകൊണ്ടാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രിസീഡിംഗ് അസസ്മെന്റ് ഇയറിനകത്ത് നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞിരിക്കുന്ന എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഓർത്തിരിക്കേണ്ടത്, ഏത് അസസ്മെന്റ് ഇയറിലാണോ നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള അസസ്മെന്റ് ഇയർ തൊട്ട് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും, എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന പോലെ സെക്ഷൻ 147 പ്രകാരം നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അസസിംഗ് ഓഫീസർ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻസ് ഒന്നും എടുക്കില്ല. ഇനി അവിടെ പറയുന്നത് എങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട രജിസ്ട്രേഷൻ നമ്മൾ തന്നെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിലോ, നമ്പർ 1
അല്ലെങ്കിൽ ഈ 12A പറയുന്ന ഏതെങ്കിലും റീസൺ കാരണമാണ് അത് വേണ്ട, അത് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ പറഞ്ഞ രജിസ്ട്രേഷൻ കിട്ടാതിരിക്കുകയോ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞിരിക്കുന്ന എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പാടില്ല. നോക്കാം അടുത്തത് പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ. നോക്കി, ദ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓർ ദ കമ്മീഷണർ ഓൺ റെസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ, ആരായിരുന്നു, ദ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓർ ദ കമ്മീഷണർ, call for such documents or information from the trust or institution as he thinks necessary in order to satisfy above the genuineness of activities of the trust or institutions and the compliance of such a requirement of any other law for the time being enforced by the trust or institution as a material for the purpose of achieving its objects. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ അപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ കിട്ടിയാൽ ഓക്കെ, ഈ കമ്മീഷണർ ഓഫീസർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന ലീഗൽ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവരാൻ പറയാം. ഇനി after satisfying himself about the objectives of the trust or institution and the genuineness of activities, he shall pass in order writing registering the trust or institution and shall, if he is not satisfied, pass an order writing refusing to the register the trust or institution. മനസ്സിലായല്ലോ? പക്ഷേ എന്ത് ചെയ്യണം, അതിനു മുമ്പ് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. സിറ്റുവേഷൻ മനസ്സിലായി? അതായത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സാഹചര്യത്തിൽ ആരായിരുന്നു കേട്ടോ, നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സാഹചര്യത്തിൽ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓർ കമ്മീഷണർ എന്ത് ചെയ്യാം, നമ്മുടെ ട്രസ്റ്റിന്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറയാം. ഇനി ഈ ട്രസ്റ്റ് വേറെ ഏതെങ്കിലും നിയമത്തിന്റെ കീഴിലാണെങ്കിൽ ആ നിയമവും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ ഹാജരാക്കണമെങ്കിൽ ഇഫ് മെറ്റീരിയൽ അത് ഹാജരാക്കാൻ പറയാം. അങ്ങനെ ഹാജരായി അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ്സ് എല്ലാം വിശ്വാസം വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് രജിസ്ട്രേഷൻ ഇൻ റൈറ്റിംഗ് നമുക്ക് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യാം. അതല്ലാത്ത പക്ഷം രജിസ്ട്രേഷൻ നമുക്ക് റെഫ്യൂസ് ചെയ്യാം, വേണ്ടാന്ന് വെക്കാം. പക്ഷേ അങ്ങനെ രജിസ്ട്രേഷൻ റെഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇതുണ്ടോ, അപ്ലിക്കൻ ഹാസ് ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹിയർ, എന്താണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് കേൾക്കാനുള്ള ഒരു ഇത് കൊടുക്കണം. ഇനി അടുത്തത് ടൈം ലിമിറ്റ് ആണ് പറയണേ കേട്ടോ. എവരി ഓർഡർ ഗ്രാൻഡിംഗ് ഓർ റെഫ്യൂസിംഗ് രജിസ്ട്രേഷൻ ഷാൾ പാസ്ഡ് ബിഫോർ ദ എക്സ്പയറി ഓഫ് 6 months ഫ്രം എൻഡ് ഓഫ് ദ മന്ത് ഇൻ വിച്ച് ദ അപ്ലിക്കേഷൻ വാസ് റിസീവ്ഡ്. ഏത് മാസമാണോ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലാണ് നമുക്ക് രജിസ്ട്രേഷൻ അവർ തരണേ. ഇപ്പം മനസ്സിലായോ നമ്മൾ നേരത്തെ പഠിച്ച സെക്ഷൻ? അതായത് നമ്മൾ കൊടുക്കുന്ന അസസ്മെന്റ് ഇയറിൽ തന്നെ എന്ത് കിട്ടണമെന്നില്ല, ഈ പറഞ്ഞിരിക്കുന്ന പോലെ രജിസ്ട്രേഷൻ കിട്ടണമെന്നില്ല. സോ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ പെൻഡിങ് ആയതുകൊണ്ട് 6 മാസം കാലാവധി ഉണ്ട് അല്ലേ. സോ ഈ പറഞ്ഞിരിക്കുന്ന രജിസ്ട്രേഷൻ പെൻഡിങ് ആയതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ അസസ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അസസ്മെന്റ് ചെയ്യുന്ന നേരത്തെ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഏത് വർഷമാണോ നമുക്ക് ഈ പറയുന്നത് പോലെ പെൻഡിങ് വരുന്നത് ആ വർഷത്തെ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷത്തെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. മനസ്സിലായി? കാരണം എന്താ, 6 മാസമാണ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന കാലാവധി. ആൻഡ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സെക്ഷൻ 12AA ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് നോക്കാം. അതായത് where the trust or institution has granted registration and subsequently commissioner is satisfied the activities of the trust or institution not genuine ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, നോട്ട് ബീയിങ് ക്യാരിഡ് ഔട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ട്രസ്റ്റോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ പറഞ്ഞിരിക്കുന്ന ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ ആ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റീവ് അല്ല അവരിപ്പോൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. And the commissioner shall pass an order in writing cancelling the registration of such a trust. And no such order shall be passed unless such a trust or institution has given a reasonable opportunity of being here. Okay, the commissioner can cancel the registration obtained under section 12A or 12AA. മനസ്സിലായി? എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. അടുത്തത് അതിന്റെ പ്രൊസീജിയർ ആണ് പറയണേ. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. ഓക്കെ, where a trust or institution has been granted registration and subsequently it is noticed that the activities of the trust or the institution are being carried out in a manner that are the provision of section 11 and 12 do not apply, exclude either wholly or any part of the income of such a trust or institution due to the operation of section 13(1). മനസ്സിലായി? അതായത് ആ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ് പ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അപ്ലിക്കേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത്. And the trust or institution has not complied with the requirement of any other law. നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന അതേ റീസൺ തന്നെയാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് മീൻസ് എന്താ, ആ ഒബ്ജക്റ്റ് ഓഫ് ദ ട്രസ്റ്റ് എന്ന് പറയുന്നതല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വേറെ ഏതെങ്കിലും ലോയ്ക്ക് കീഴിൽ വരുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. Then the principal commissioner or the commissioner may by order in writing cancel the registration of such a trust or institution.
ഓക്കെ, ഇവിടെയും പറയുന്നത് റീസണബിൾ കോസ് ദ ആക്ടിവിറ്റീസ് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ ദ സെറ്റ് മാനർ. മനസ്സിലായി? അതായത് ദ രജിസ്ട്രേഷൻ ഷാൾ നോട്ട് ബി ക്യാൻസൽഡ് ഇഫ് ദ ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൂവ്സ് ദാറ്റ്. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എടുത്തിയാടി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ആ ട്രസ്റ്റിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. എന്താണെന്ന് പറഞ്ഞിട്ട് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറഞ്ഞിരിക്കുന്ന പോലെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. അതർവൈസ് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തേ പറ്റൂ. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ, നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരിക്കുന്ന കുറേ ഒബ്ജക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യണേ. ആ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്ട്സിനകത്ത് ഏതെങ്കിലും മോഡിഫിക്കേഷൻ കയറി വന്നു എന്ന് വിചാരിക്കുക, അല്ലേ? നമ്മളൊരു ട്രസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന നേരത്തെ നമ്മൾ അതിനകത്ത് കുറേ ഒബ്ജക്ട്സുകൾ എഴുതും. ഓക്കെ, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്ട്സുകൾ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ വരുത്തണം എന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നോക്കാം. ഓക്കെ, where the trust has obtained registration at any time and subsequently it has been adopted or undertaken the modification of the object which do not conform to the condition of its registration, then the trust should made an application within a period of 30 days from the date of such adoption or modification to the principal commissioner or the commission. മനസ്സിലായല്ലോ? അതായത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ പുതിയത് എപ്പോഴാണോ അല്ലെങ്കിൽ എപ്പോഴാണോ ഇത് മോഡിഫൈ ചെയ്യുന്നത്, എപ്പോഴാണ് നിങ്ങളുടെ ഈ ട്രസ്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് മാറ്റം വരുത്തുന്നത്, 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പുതിയൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ പുതിയത് കൊടുക്കണേ. മനസ്സിലായല്ലോ? ഈ പറഞ്ഞിരിക്കുന്ന പോലെ മോഡിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പുതിയ ആപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനം കൊടുക്കണം. ആ 30 days ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഇനി ഫോർഫീച്ചർ ഓഫ് എക്സംഷൻ സെക്ഷൻ 13 പറയുന്നതാണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന എക്സംഷൻസ് നമ്മൾ ഫോർഫീച്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇൻകം ഫോർ പ്രൈവറ്റ് പർപ്പസ്. അതായത് നോക്കേ, any part of the income from the property held under a trust for a private religious purpose which does not ensure the benefit of the public. അതായത് എങ്ങനെയാ കണ്ടോ, പ്രൈവറ്റ് റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പാടില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇൻകം ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ പർട്ടിക്കുലർ റിലീജിയസ് കമ്മ്യൂണിറ്റി. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻകം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഫണ്ട്സ് ആർ നോട്ട് ഇൻവെസ്റ്റഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു ഈ അക്യുമുലേഷൻ ഫണ്ട് എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, അല്ലേ? ഓക്കെ, ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാറ്റിവെക്കാം. മാറ്റിവെക്കുന്ന പീരീഡ് വരെ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ഫണ്ടിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഈ പറയുന്നത് പോലെ എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പാടില്ല. ആൻഡ് ഇൻകം അപ്ലൈഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഇൻട്രസ്റ്റ് പേഴ്സൺ. ദാറ്റ് മീൻസ് ഇൻകം അപ്ലൈ ചെയ്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി കയറി വരുന്ന ഈ ഇൻട്രസ്റ്റഡ് പേഴ്സൺസിനാണ്. അതെന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണ് ഇൻട്രസ്റ്റഡ് പേഴ്സൺ, ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണോ ഇൻട്രസ്റ്റഡ് പേഴ്സൺ എന്ന് പറയാനുണ്ട്. സോ നോക്കിയേ, ഈ സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കാരണവശാലും ഈ പറയുന്ന എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇൻകം അപ്ലൈഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഇൻട്രസ്റ്റഡ് പേഴ്സൺ. ആ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഏറ്റവും അവസാനത്തെ. ഓക്കെ, ആരൊക്കെയാണ് ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് എന്ന് നോക്കാം. ഒന്ന്, ഓതർ. ദാറ്റ് മീൻസ് ദ ഫൗണ്ടർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് ദ ട്രസ്റ്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ, കോൺട്രിബ്യൂട്ടറി. എനി പേഴ്സൺ, ഈ 50,000 എന്ന് പറയുന്ന എമൗണ്ട് ഓർത്തിരിക്കണം. എനി പേഴ്സൺ ഹൂസ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ അപ് ടു ദ എൻഡ് ഓഫ് ദ റിലവന്റ് പ്രീവിയസ് ഇയർ ടു ദ ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സിഡ് 50,000. 50,000 മുകളിൽ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേരെ നമുക്ക് എന്താണെന്ന് പറയാം? ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് ആണെന്ന് പറയാം. നമ്മൾ പഠിക്കുന്ന എന്താ? ഇൻട്രസ്റ്റഡ് പേഴ്സൺസിന് വേണ്ടിയിട്ടാണ് അപ്ലിക്കേഷൻ നടത്തുന്നതെങ്കിൽ അവിടെ എക്സംഷൻ കിട്ടില്ല. ആ ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് ആരൊക്കെയാണെന്ന് നോക്കണേ. ഒന്ന്, ഇതിന്റെ ഓതർ. ആൻഡ് ദ സെക്കൻഡ് വൺ, കോൺട്രിബ്യൂട്ടറി. ആൻഡ് ദ തേർഡ് വൺ, ട്രസ്റ്റി. ഓക്കെ, എനി ട്രസ്റ്റി ഓഫ് ദ ട്രസ്റ്റ് ഓർ ദ മാനേജർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. മനസ്സിലായല്ലോ? അതായത് ആരാണോ ഈ ട്രസ്റ്റ് അല്ലെങ്കിൽ ആരാണോ ട്രസ്റ്റി അല്ലെങ്കിൽ അതിന്റെ മാനേജർ, അവരെ നമുക്ക് ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് എന്ന് പറയാം. ആൻഡ് റിലേറ്റീവ്സ് ഓഫ് ദ ഓതർ. ഓക്കെ, നോക്കി, സച്ച് ഓതർ, ഫൗണ്ടർ, പേഴ്സൺ, മെമ്പർ, ട്രസ്റ്റി ഓർ മാനേജിങ്, ഇവരുടെ റിലേറ്റീവ്സ്, ഇവരെ നമുക്ക് എന്താണെന്ന് പറയാം? ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് എന്ന് പറയാം. അത് എനി കൺസേൺ ഇൻ വിച്ച് എനി ഓഫ് ദ എബോവ് റെഫേർഡ് പേഴ്സൺ ഹാസ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. മനസ്സിലായോ? സോ ഇങ്ങനെ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ഇനി അവരുടെ ഇൻകം അപ്ലൈഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് കുറച്ച് കാറ്റഗറി നമ്മളോട് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഇഫ് എനി പാർട്ട് ഓഫ് ദ ഇൻകം ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ലെൻഡ് ടു എനി ഇൻട്രസ്റ്റഡ് പേഴ്സൺ ഫോർ എനി പീരീഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ, നോക്കണ്ട, വിത്തൗട്ട് ദ പ്രോപ്പർ അല്ലെങ്കിൽ adequate security or the proper interest or both. Okay, and the second one, if any land, അതായത് if any part of income or property of the trust, മനസ്സിലായി, അത് ട്രാൻസ്ഫർ ചെയ്യാണ് ആർക്കെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റഡ് പേഴ്സൺസിന് ട്രാൻസ്ഫർ ചെയ്യാണ് ഫോർ ദ പീരീഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. എങ്ങനെയാ? വിത്തൗട്ട് എനി സെക്യൂരിറ്റി, മനസ്സിലായി, അല്ലെങ്കിൽ വിത്തൗട്ട് എനി പ്രോപ്പർ ഇൻട്രസ്റ്റ്.
ഓക്കെ, അതായത് നമ്മുടെ ഇൻകം, ഈ പറയുന്ന ട്രസ്റ്റിന്റെ ഇൻകം നമ്മൾ ലെൻഡിന് കൊടുക്കുകയാണ്. ആർക്കാ? ഈ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റഡ് പേഴ്സൺസിന് നമ്മൾ ലെൻഡ് ചെയ്യുകയാണ്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അവരിൽ നിന്ന് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് വാങ്ങിക്കുന്നില്ല? യാതൊരുവിധ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ യാതൊരുവിധ ഇൻട്രസ്റ്റോ അവരിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ, ആൻഡ് ദ സെക്കൻഡ് വൺ, if any land, building or other property of the trust or institution is made available for the use of any interested person for any period during the previous year. ഇവിടെയും അതേപോലെ തന്നെയാണ്. പ്രോപ്പർട്ടി, അതായത് ട്രസ്റ്റിന്റെ കീഴിലുള്ള പ്രോപ്പർട്ടി, മനസ്സിലായി, ഏതെങ്കിലും തരത്തിലുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കാം, അത് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അവിടെ പ്രോപ്പർ ആയിട്ടുള്ള റെന്റോ കോമ്പൻസേഷൻസോ ഒന്നും വാങ്ങിക്കുന്നില്ല. ആൻഡ് തേർഡ് വൺ, if any amount is paid by way of salary, allowance, otherwise during the previous year to any interested person and the amount so paid in excess what may be reasonable paid for such services. That means ഈ പറഞ്ഞ ഇൻട്രസ്റ്റഡ് പേഴ്സൺസിന് നമ്മൾ സാലറി ആയിട്ടോ വേറെ എന്തെങ്കിലും ആയിട്ട് കൊടുക്കുകയാണ്. അത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ റീസണബിൾ എമൗണ്ടിനേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കുക. Okay, and next one, if the service of the trust or institution are made available to any interested person during the previous year, ഉണ്ടോ, പ്രോപ്പർ ആയിട്ടുള്ള റെമ്യൂണറേഷനോ കോമ്പൻസേഷനോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കാതെ സർവീസ് കൊടുക്കുകയാണെങ്കിൽ, and if any share, security or other property purchased by or on behalf of the trust or institution from any interested person during the previous year for consideration which is more than, അതായത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇൻട്രസ്റ്റഡ് പേഴ്സന്റെ കയ്യിൽ നിന്ന് ഷെയറോ സെക്യൂരിറ്റിയോ പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുകയാണ്. എങ്ങനെയാ? റീസണബിൾ പ്രൈസിനേക്കാൾ കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ, സോറി, ദ നെക്സ്റ്റ് വൺ, ഇഫ് എനി ഷെയർ, സെക്യൂരിറ്റി ഓർ അതർ പ്രോപ്പർട്ടി, അതായത് ഇവിടെ വാങ്ങിക്കുകയാണ്, ഇവിടെ വിൽക്കുകയാണ്, റീസണബിൾ പ്രൈസിനേക്കാൾ കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ട് വിൽക്കുകയാണ്. And if any income property of the trust or institution is diverted during the previous year in favor of any interested person, ഏതെങ്കിലും ഇൻട്രസ്റ്റഡ് പേഴ്സന്റെ പേരിലോട്ട് അത് മാറ്റുവാണെങ്കിൽ, ഓക്കെ, ഇതിനെല്ലാം നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഈ പറഞ്ഞ സിറ്റുവേഷൻസിനെല്ലാം നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഇൻകം അപ്ലൈഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അങ്ങനെ ഇൻകം അപ്ലൈഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കിട്ടില്ല? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എക്സംഷൻസ് കിട്ടില്ല. സിറ്റുവേഷൻ മനസ്സിലായാലോ? സോ ഇത്രയും കാര്യങ്ങളാണ് ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനുള്ളത്. നോർമലി അതിനകത്ത് ചോദിക്കുന്ന പ്രോബ്ലങ്ങൾ, കുറച്ച് പ്രോബ്ലം കൂടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ ഗ്രൂപ്പിനകത്താക്കി ഇട്ടേക്കാം. അതൊന്ന് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ബൈ.